പിന്നെ അമ്മ എന്ന് പറയുന്ന സംഘടന, അമ്മ ഞാൻ പണ്ടും പറയുന്നവരാണ്, അമ്മ ഒരു തന്തയില്ലാത്ത സംഘടനയാന്ന് പറയും. കാരണം അമ്മയല്ലേ, അച്ഛൻ ഇല്ലല്ലോ. അമ്മ എന്നുള്ളത് തന്നെ, അച്ഛൻ എന്ന് പറയുന്ന ഒരു ഇതില്ല അതിനകത്ത്. അപ്പോൾ അമ്മയ്ക്ക് ഭർത്താവില്ലാത്തൊരു സാധനമാണ് അമ്മ. ഇത് എന്തമ്മയാണ്? കവിയൂർ പൊന്നമ്മയാണോ അതോ വേറെ എന്തെങ്കിലും പൊന്നമ്മയാണോ? സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വളരെ മോശമാണ്, ഇത് ഒരു തരം ആൺവേഷികളുടെയും പെൺവേഷികളുടെയും ഒരു കൂടാണെന്നൊക്കെ പറയുന്ന ഒരു സൊസൈറ്റിയിലാണ്. എൻ്റെ പെങ്ങളുടെയോ എൻ്റെ സുഹൃത്തുക്കളുടെയോ എതിരെ അവർ കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ കതവ് മുട്ടുകയോ അവരെ കയറി പിടിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏത് സൂപ്പർ സ്റ്റാറിനാണെങ്കിലും അവൻ്റെ ലിംഗം വരെ കാണാതെ പോകും. ഇനി ഈ നായകൻ പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ലിംഗം കാണാതെ പോയി ഈ താരത്തിൻ്റെ എന്ന് വാർത്ത വരുമെന്ന് പറയും. രാഷ്ട്രീയക്കാർ ബേസിക്കലി ഭീരുക്കളാണ്, അറിയില്ലേ? അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നോക്കണം, പലവരെയും സുഖിപ്പിക്കണം, പലവരെയും നിലനിർത്തണം. അപ്പം അവിടെ ഇവിടെയും തൊടാതെ ഇങ്ങനെ ഒരു ഊതുമ്പോൾ അങ്ങോട്ട് ഉറിഞ്ചുമ്പോൾ ഇങ്ങോട്ടെന്നുള്ളൊരു രീതിയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ ആരെയും ഭയക്കാത്ത ഒരു സ്ട്രോങ്ങസ്റ്റ് CM ആണ്. അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവരുടെയൊക്കെ പേര് വെളിപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ വെളിപ്പെടുത്താതെ VIP ചെയ്യുന്നത് VIP ഒരു ബലാത്സംഗം ചെയ്താൽ അത് ഒരു പീഡനമെന്നും അല്ലെങ്കിൽ പീഡന ശ്രമമെന്നും ആ രീതിയിലാക്കുകയും, അല്ലാത്തവൻ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്താൽ അത് ക്രൂരമായ പീഡനമെന്നും ബലാത്സംഗമെന്നും പറഞ്ഞ് അവരെ ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. സിനിമയിൽ ഇപ്പോൾ എത്രയും ബലാത്സംഗം നമ്മൾ അല്ലാതെ നാട്ടിൽ നടക്കുന്നുണ്ട്, എത്രയും പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് നിൻ്റെ അനുഭവം? നിൻ്റെ നാട്ടിലുള്ള എല്ലാ ഞരമ്പ് രോഗികളുടെയും ഇത് വെപ്രാളങ്ങളും പ്രഹസനങ്ങളും നമുക്കതിൽ കാണാം. ഇപ്പോൾ സ്റ്റുഡൻസിനോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന എത്ര ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ, അല്ലെ എത്രയും വാദ്യരും ഉണ്ട് ഇവിടെ. ഇവിടെയാണ് ഇതില്ലാത്ത. ഇതൊക്കെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവർക്ക് അതിനുള്ള ചികിത്സ കൊടുക്കണം. അവരെ ഒരു പെണ്ണിൻ്റെ ഇഷ്ടമല്ലാതെ അവളുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് അവളുടെ റൈറ്റാണത്, അവളുടെ അവകാശം അല്ലെങ്കിൽ അവളുടെ മാന്യത. ഇതിനെയൊക്കെ നശിപ്പിക്കാനോ ഇതിനൊന്നും ഇവിടെ ആർക്കും റൈറ്റില്ല.